സൂറൽ മായിദയിലെ 81 ആയത്തുകളാണ് ഈ ജുസയിൽ വരുന്നത്. മായിദ ഉൾപ്പെടുന്ന പരിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ ഗ്രൂപ്പിനെ ലോങ്ങസ്റ്റ് സൂറകൾ എന്നാണ് പറയുന്നത്. നിയമമാണ്, ശരീഅത്താണ് ഈ സൂറകളിലൊക്കെ മുഖ്യമായിട്ടും പരാമർശിക്കുന്നത്. ശരീഅത്തിന്റെ പരിപൂർണത, അതിന്റെ കംപ്ലീഷൻ ഈ സൂറയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സൂറ പൂർണ്ണമായിട്ട് ശരീഅത്ത് അവതരിപ്പിച്ചതിന് ശേഷം ഇനി മൂമിനുകൾ ഏത് രീതിയിൽ അതിനോട് ഡീൽ ചെയ്യണം, ശരീഅത്തിനെ എങ്ങനെ കാണണം, എങ്ങനെയാണ് ശരീഅത്തിനെ കൊണ്ടു നടക്കേണ്ടത് എന്നുള്ളതും എങ്ങനെ ആകരുത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യപ്പെടുന്നത്. തുടങ്ങുന്ന തന്നെ അള്ളാഹുമായിട്ട് ചെയ്ത കരാറ്, യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്, കരാറുകൾ പാലിക്കാനാണ്. ശരീഅത്ത് വലിയൊരു കരാറാണ്. അള്ളാഹുവിന്റെ ആ കരാറ് നിങ്ങൾ പാലിക്കണം. ആ കരാറിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ വന്നു ചേരുന്ന കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഈ കരാറ് പാലനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ചില മുൻമാതൃകകളുണ്ട്. നിങ്ങൾ പോകാൻ പാടില്ലാത്ത ചില വഴികളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ലാത്ത ചില രീതികളുണ്ട്. അത് മുൻപ് ശരീഅത്ത് നൽകപ്പെട്ട അഹ്ലു കിതാബിന്റെ വിഷയം തന്നെയാണ്. ആ കാര്യം ഈ സൂറയിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഈ ജുസിൽ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറയാം. അള്ളാഹു ശരീഅവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടക്കത്തിൽ തന്നെ പറയുന്നത് തആവനു അലൽ ബിർരി വത്തഖ്വ, തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള പരസ്പര സഹകരണം, തഖ്വയിലും ബിർറിലും അധിഷ്ഠിതമായിട്ടുള്ള പരസ്പര സഹകരണം ആവശ്യപ്പെടുന്നുണ്ട്. തഖ്വ തന്നെയാണ് തുടക്കം മുതൽ തന്നെ ബഖറ തൊട്ടിട്ട് എല്ലാ സൂറയിലും ശരീഅത്തിന്റെ ഓരോ ആസ്പെക്ട് പറയുന്ന സമയത്തൊക്കെ തഖ്വ തന്നെയാണ് അതിന്റെ അടിത്തറയായിട്ടൊക്കെ പറയുന്നത്. അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള പരസ്പര സഹകരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവനോട് ചെയ്ത കരാറ് പാലിക്കണം. തഖ്വയുടെ ഭാഗമാണ് അള്ളാഹുവിന്റെ ഷിആറുകളെ ബഹുമാനിക്കുക എന്നുള്ള, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക. അപ്പൊ അത് തഖ്വൽ ഖുലൂബാണ്. പരിശുദ്ധ ഭവനം കഅബയുമായി ബന്ധപ്പെട്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട്, ബലിമൃഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് ശരിയ പൂർണ്ണമാകുന്നതോടുകൂടെ ഇത്തരം ഷിആറുകളോടുള്ള സമീപനത്തെ കുറിച്ച് പറയുന്നത് ഭാഗമാണ്. പിന്നെ അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയത് എന്താണ് എന്ന് പറയുന്നുണ്ട്. യസ്അലൂനക മാദാ ഉഹില്ല ലഹും, എന്താണ് അവർക്ക് ഹലാലായത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയുന്നത് ഖുൽ ഉഹില്ല ലകുമുത് ത്വയ്യിബാത്ത് എന്ന, പരിശുദ്ധമായ കാര്യങ്ങളാണ് അള്ളാഹു ഹലാലാക്കിയിട്ടുള്ളത്. ആ കാര്യം തന്നെ വീണ്ടും പറയുന്നുണ്ട്, അൽയൗമ ഉഹില്ല ലക്കും അത്വയ്യിബാത്ത്, ഇന്ന് നിങ്ങൾക്ക് അത്വയ്യിബാത്തിനെ ഹലാലാക്കിയിട്ടുണ്ട്, ഇന്ന് നിങ്ങൾക്ക് ദീനിനെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് ഈ സൂറയിൽ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ജുസയിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ ശരീഅത്തിനെ കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ശരിയയുടെ കംപ്ലീഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറെ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കരാറ് എന്ന് പറയുന്ന, ശരിയ എന്ന് പറയുന്ന ഈ കരാറ്, അതിനെ പാലിക്കണമെന്നും അതിന്റെ അടിത്തറ എന്താണ് എന്നും അള്ളാഹു കൃത്യമായിട്ട് പറയണം. അപ്പോൾ അള്ളാഹു ശരിയയിൽ ഹലാലാക്കിയതിനെ ഒറ്റ വാക്ക് പറഞ്ഞാൽ അത്വയ്യിബാത്ത് എന്നാണ് ഖുർആൻ പറയുന്നത്. അത്വയ്യിബാത്ത്, അൽയൗമ ഉഹില്ല ലക്കും അത്വയ്യിബാത്ത്, എന്ന് നിങ്ങൾക്ക് അത്വയ്യിബാത്താണ് ഹലാലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഹലാൽ ഹുരിമത്ത് അലൈക്കും അൽ മൈത്തത്തു വദ്ദമു ലഹ്മുൽ ഖിൻസീർ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഹറാമ് എന്ന് പറയുന്നുണ്ട്. ത്വയ്യിബാത്ത് അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അത് 2-3 വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഒന്ന് ഭക്ഷണം, ഭക്ഷണത്തിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹറാമാണ്, ഡെഡ് ആയിട്ടുള്ളത് ഹറാമാണ്, രക്തം ഹറാമാണ്, പന്നിമാംസം ഹറാമാണ്, ഇങ്ങനെ ഹറാമായ കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം സ്ത്രീകള് വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും നിങ്ങൾക്ക് ഹറാമായ സ്ത്രീകളെ കുറിച്ച് പറയുന്നു. അതിനുശേഷം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ശുദ്ധി വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് എന്ന് പറയുന്ന ആയത്ത്, നിങ്ങൾ നിസ്കാരത്തിന് തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മുഖം കഴുകണം, നിങ്ങളുടെ കൈകൾ കഴുകണം, വുളൂവിന്റെ കാര്യം പറയാണ്. ഭക്ഷണ വിഷയത്തിൽ നിങ്ങൾക്ക് ഹറാമുണ്ട്, ത്വയ്യിബായ ഭക്ഷണം മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത്. വിവാഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഹറാമായ സ്ത്രീകളുണ്ട്, നിങ്ങൾക്ക് പരിശുദ്ധരായ സ്ത്രീകൾ മാത്രമാണ് ഹലാൽ. അവിടെ വിശ്വാസികളെ നിങ്ങൾ വിശ്വാസികളല്ലാത്ത ചെയ്യരുതെന്ന് പറയുന്നു. വിശ്വാസികളെ മാത്രം വിവാഹം ചെയ്യാൻ വേണ്ടി പറയുന്നു. വിശ്വാസികൾ മാത്രം പരിശുദ്ധരാണ്, അവർ മാത്രം ആക്സെപ്റ്റഡ് ആണ്. നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ അവിടെയും ശുദ്ധിയുടെ കാര്യം പറയുന്നു. ശുദ്ധിയോടുകൂടിയാണ് നിസ്കാരം ആക്സെപ്റ്റഡ് ആകുന്നത്, ശുദ്ധിയില്ലാതെ നിസ്കാരം ആക്സെപ്റ്റഡ് അല്ല. അപ്പോ ത്വയ്യിബല്ലാത്ത ഭക്ഷണം അനുവദനീയമല്ല, ത്വയ്യിബല്ലാത്ത സ്ത്രീകൾ അനുവദനീയമല്ല, ത്വയ്യിബല്ലാത്ത രീതിയിലുള്ള ആരാധനയും അനുവദനീയമല്ല, അല്ലെങ്കിൽ സ്വീകാര്യമല്ല. ഒന്ന് ഭൗതികമായിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ മറ്റൊന്ന് അത്ര ഭൗതികമായിട്ടുള്ള ഒരു വിഷയം മാത്രമല്ല, സ്ത്രീ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതേപോലെ ആരാധന എന്ന് പറയുന്നത് ഭൗതികമായ കർമ്മങ്ങൾ ഉണ്ടെങ്കിലും അതും ഭൗതികമായ മാത്രം ഒരു വിഷയമല്ല, ആത്മീയമായ കാര്യമാണ്. രണ്ടാമത്തത്
കുറച്ചുകൂടെ മെന്റലും സ്പിരിച്വലും ഒക്കെ ആയിട്ടുള്ള വിഷയം വരുന്ന ഒരു കാര്യമാണ് ആദ്യത്തേത്. ഒരുപക്ഷെ ഭൗതികമായ ആസ്പെക്ട് അതിന് കൂടുതലാണ് ആഹാരം എന്നുള്ളത്. അതും വെറും ഭൗതികമായ കാര്യമല്ല. പക്ഷെ നമുക്ക് തൊയ്യബായ കാര്യത്തിന്റെ എല്ലാ തലവും അള്ളാഹു പറയാണ്. ഭക്ഷണമാണെങ്കിൽ തൊയ്യബായിരിക്കണം, വൈവാഹിക ജീവിതമാണെങ്കിൽ തൊയ്യബായിരിക്കണം, പോലെയുള്ള ആരാധനയാണെങ്കിൽ അതിന്റെ രീതിയും തൊയ്യബായിരിക്കണം. ഇവിടെ അള്ളാഹു ഹലാലാക്കിയ കുറച്ച് രീതികൾ പറയുന്നുണ്ട്. ഭക്ഷണത്തിന്റെ വിഷയം പറയുമ്പോൾ നിർബന്ധിതാവസ്ഥയിൽ അതിൽ നമുക്ക് ചില ഇളവ് തന്നിട്ടുണ്ട്. അതുപോലെ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ വിശ്വാസികളാണ് വിവാഹം കഴിക്കേണ്ടത്, എന്നാൽ അഹ്ലു കിതാബിലെ കിതാബിയായ, നിങ്ങൾക്ക് മുമ്പ് കിതാബിയായ സ്ത്രീകളെ നിങ്ങൾക്ക് ഹലാലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വെള്ളം കൊണ്ടാണ് വുളു ചെയ്യേണ്ടത്. ഇനി വെള്ളം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഭൂമിയുടെ മുഖത്തെ, അതായത് മണ്ണിനെ തേടാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് ഏറ്റവും ഹൈറായ സാധനമാണ്, മേലേന്ന് വരുന്നതാണ്. അള്ളാഹു തന്നെ ഏറ്റവും മേലേന്ന് നമുക്ക് ഇറക്കിത്തരുന്ന സാധനമാണ്. അത് വെള്ളമാകട്ടെ, അതുപോലെ പരിശുദ്ധരായ സ്ത്രീകൾ, വിശ്വാസികളാകട്ടെ, അതുപോലെ അള്ളാഹു ഹലാലാക്കി നമുക്ക് നൽകുന്ന ആഹാരമാകട്ടെ, അതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഹൈറായിട്ട് മേലേന്ന് വരുന്നതാണ്. ഇനി അതിന്റെ ഏറ്റവും ബോട്ടം ലൈനിൽ നമുക്ക് നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അനുവദനീയമായ ആഹാരത്തിന്റെ ഏറ്റവും ബോട്ടം ലൈൻ പറയുന്നു, സ്ത്രീകളുടെ വിഷയത്തിൽ ബോട്ടം ലൈൻ പറയുന്നു, നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ശുദ്ധിയാണെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ശരീഅയിൽ നിയമങ്ങളെ അനുസരിക്കുമ്പോൾ, ആരാധനയുടെ വിഷയമാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തൊയ്യിബാത്തുകളെയാണ് അള്ളാഹു ഹലാലാക്കിയിട്ടുള്ളത്. ഇതുപോലെ ശരീഅത്തിന്റെ നിയമങ്ങൾ മുൻകഴിഞ്ഞ കമ്മ്യൂണിറ്റിക്കും അള്ളാഹു നൽകിയിരുന്നു. അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നു, അദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും വമീസാഖഹുല്ലദീ വാസഖക്കും ബിഹി എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. യഹൂദരോട് നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ ഓർത്തു നോക്കൂ, നിങ്ങൾക്ക് അവൻ കരാറാക്കി. ഇത് ഖുൽതും സമീഅനാ വഅതഅനാ, നിങ്ങൾ അനുസരിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എന്നിട്ട് എന്താ ഉണ്ടായത്? നിങ്ങൾ കരാറ് പാലിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ നിന്ന് കരാറ് വാങ്ങിയ കാര്യം മറ്റു പല ആയത്തുകളിലും ഈ ജുസയിൽ സൂചിപ്പിക്കുന്നുണ്ട്. വലഖദ് അഖദല്ലാഹു മീസാക ബനി ഇസ്രായീല വബഅത്നാ മിൻകും ഇത്നൈ അശറ നഖീബ. ബനു ഇസ്രായേലിൽ നിന്ന് അള്ളാഹു കരാറ് വാങ്ങിയ സന്ദർഭത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു. അള്ളാഹു പറഞ്ഞു, ഇന്നി മാക്കും, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞു. എപ്പോഴാണ് നിങ്ങളോടൊപ്പം ഉള്ളത്? ലൈൻ അഖംതുമുസ് സ്വലാത്ത വആതൈതുമുസ് സകാത്ത വആമൻതും ബിറുസുലി. നിങ്ങൾ നിസ്കാരം നിലനിർത്തുമ്പോൾ, സക്കാത്ത് നൽകുമ്പോൾ, അതുപോലെ എൻ്റെ എല്ലാ റസൂലുമാരിലും നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ, അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ലൗ കഫിർ അന്നക്കും സയ്യാത്തിക്കും, നിങ്ങളുടെ പാപങ്ങളാവൻ മായ്ച്ചു കളയും, നിങ്ങൾ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. പക്ഷെ അവർ കരാർ ലംഘനം നടത്തി. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ഫബിമാ നഖ്ലിഹിം മീസാഖഹും, നിങ്ങളുടെ കരാറ് നിങ്ങൾ ലംഘിച്ച കാരണം, ആ കരാറ് ലംഘനത്തിന്റെ ഫലമായിട്ടുണ്ടായത് ലഅന്നഹും, അവരെ അള്ളാഹുവിന്റെ ശാപമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അതുപോലെ അതിന്റെ ഫലമായിട്ട് അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയാണ് ഉണ്ടാകുന്നത്. ഈ ജുസിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഈ കരാറ് ലംഘനം സംഭവിക്കുമ്പോൾ കാര്യങ്ങളെ അള്ളാഹു ആ കൗമിനെ അങ്ങ് നിഷിദ്ധമാക്കും. ബനൂ ഇസ്രായേലിന് തൊയ്യിബായത് അവരുടെ ചെയ്തികൾ കാരണം നിഷിദ്ധമാക്കി എന്ന് പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാഗ്രഹിച്ചിരുന്ന, കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന, പരിശുദ്ധമായിട്ട് പരിഗണിച്ചിരുന്ന നാട് അവർക്ക് അള്ളാഹു 40 വർഷത്തേക്ക് ഹറാമാക്കുകയാണ്. അങ്ങനെ അള്ളാഹു അവന്റെ പരിധികൾ ലംഘിക്കുമ്പോൾ പരിശുദ്ധമായ പലതിനെയും ഹറാമാക്കുക എന്നുള്ളത് അള്ളാഹുവോട് ചെയ്ത കരാറ് ലംഘനത്തിന്റെ കോൺസിക്വൻസ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് നമുക്ക് കൂടെ പാഠമാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവരുടെ കാര്യം എടുത്തുദ്ധരിച്ച് പറയുന്നത്. അതുപോലെ ആദമിന്റെ 2 മക്കളുടെ കിസ്സ നമുക്കിവിടെ കാണാൻ കഴിയും. അത് ആദമിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 2 മക്കളോ ഇനി ആദമിന്റെ മക്കളുടെ കൂട്ടത്തിലുള്ള 2 പേരോ ഒക്കെ ആകാം. അതെങ്ങനെ ആയിക്കഴിഞ്ഞാലും 2 മനുഷ്യർ തമ്മിൽ അവരുടെ ഒരാളുടെ കുർബാന സ്വീകരിച്ചു, മറ്റേയാളുടെ സ്വീകരിച്ചില്ല, തഖ്വയുള്ള ആളുടേത് സ്വീകരിച്ചു, ഇല്ലാത്തതിനെ സ്വീകരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. സ്വീകരിക്കാത്ത ആള് സ്വീകരിക്കപ്പെട്ടവനെ കൊല ചെയ്യുകയാണ്. കൊന്നു എന്ന് മാത്രമല്ല, കൊന്നതിന് ശേഷം അതിനെ മറച്ചു വെക്കാൻ ആണ് അവൻ ആഗ്രഹിച്ചത്. തന്റെ സഹോദരന്റെ മൃതശരീരത്തെ മറച്ചു വെക്കണമായിരുന്നു, ആ കൊലയെ തന്നെ, അല്ലെങ്കിൽ ചെയ്ത തെറ്റിനെ തന്നെ മറച്ചു വെക്കാൻ. അങ്ങനെ ഒരു നാച്ചുറാണ് പൊതുവെ മനുഷ്യൻ ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിലും എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുന്നത്. അള്ളാഹു ഈ കാരണത്താൽ ഇങ്ങനെയുള്ള ഒരു പവിത്രമായ ഒരു സംഗതിയെ ലംഘിച്ചതിനാൽ, ഹറാമായ അള്ളാഹു പവിത്രമാക്കിയ ഒന്നിനെ ലംഘിക്കുന്നതാണ് വലിയൊരു കരാർ ലംഘനം. അങ്ങനെ ലംഘിച്ചതിനാൽ അള്ളാഹു ഒരു നിയമം കൊടുത്തു, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യരെ കൊന്നതുപോലെയാണ് എന്ന ഒരു നിയമം അള്ളാഹു വിധിച്ചു. പിന്നെ അള്ളാഹു ഈ ഭാഗത്ത് തന്നെ കളവിനുള്ള ശിക്ഷ പറയുന്നുണ്ട്. അള്ളാഹു ഹറാമാക്കിയ സംഗതിയാണ് ഒരാളുടെ മുതല്, അതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ശിക്ഷ. അതുപോലെ അള്ളാഹുവോടും റസൂലിനോടും യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, നാട്ടിൽ ഫസാദ് ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ
കൊല ചെയ്യാം, ക്രൂശിക്കാം, നാടുകടത്താം, ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ശരീഅത്ത് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. മുൻപ് കരാർ ലംഘിച്ച ആളുകളുടെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടും ഒക്കെ ഇത്തരം കാര്യങ്ങൾ പറയാം. മുമ്പ് കരാർ ലംഘിച്ച ജൂതരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും പറയുന്നുണ്ട്. അവർ നിയമത്തിനനുസരിച്ച് നിന്നില്ല, നിയമത്തെ അവരുടെ ജീവിതത്തിൽ പാലിച്ചില്ല, അതിനനുസരിച്ച് വിധി കൽപ്പിച്ചില്ല. അവര് അത് അനുസരിക്കുകയായിരുന്നെങ്കിൽ അവർ ഹിദായത്തിൽ എത്തുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നേരത്തെ തന്നെ അതൊന്നും അനുസരിക്കാതിരുന്നുകൊണ്ടാണ് പുതിയ പ്രവാചകനിൽ അവർക്ക് വിശ്വാസം വരാതിരിക്കുന്നത്. അതുപോലെ ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുന്നു, അവര് ഈസാ അലൈഹി സ്വലാമിന് കൊടുത്ത സ്ഥാനം, ഈസാ അലൈഹി സ്വലാമിനെ ദൈവമായിട്ട് പരിഗണിച്ചത്, മറിയത്തിനെ ദൈവമാതാവായിട്ട് പരിഗണിച്ചതിന്റെ ഒക്കെ വിഷയം അള്ളാഹു എടുത്ത് ഇവിടെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. എന്നിട്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇന്നല്ലദീന ആമനു അല്ലദീന ഹാദു അസ്വാബിയുന നസ്വാറ, അതായത് യഹൂദരാകട്ടെ, സ്വാബീയങ്ങളാകട്ടെ, നസാറാക്കളാകട്ടെ, ആരാകട്ടെ, ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആളാകട്ടെ, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ പെട്ട ആളാകട്ടെ, ആരായാലും മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താണ് വിജയത്തിന്റെ അടിസ്ഥാനം? എന്താണ് വേണ്ടത്? അള്ളാഹുവിലുള്ള ഈമാനാണ് വേണ്ടത്, യൗമുൽ ആഖിറിലുള്ള ഈമാനാണ് വേണ്ടത്, അമലു സ്വാലിഹാത്താണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അമലു സ്വാലിഹാത്താണ് വേണ്ടത്. അങ്ങനത്തെ ആളുകൾ, പ്രവാചകനെ പിൻപറ്റി അമലുകൾ ചെയ്യുന്ന ആളുകളും ഈമാനുള്ള ആളുകളും അവർ ഭയപ്പെടേണ്ടതേ ഇല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അതോടൊപ്പം വിശ്വാസികൾക്ക് വലിയൊരു താക്കീത് ഈ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ യഹൂദരെയും ക്രൈസ്തവരെയും ഫോളോ ചെയ്യരുത്. ശരീഅത്തിന്റെ പരിപൂർണത വന്നതിന് ശേഷം ഇനി നിങ്ങൾ അവരെ പിൻപറ്റരുത്. ഒന്നാമത്തെ കാര്യം, അവരുടെ ലസ്റ്റിനെ, അവരുടെ ദേഹേച്ഛകളെ, ലക്ഷറീസിനൊക്കെ പിൻപറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ പിൻപറ്റരുത്. അത് ഹിദായത്തിന്റെ മാർഗമല്ല. മാത്രമല്ല, അവര് കാഫിരീങ്ങളെ പിൻപറ്റുകയാണ്. മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ കാഫിരീങ്ങളെയാണ് പിൻപറ്റുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട്. അതുകൊണ്ട് മുനാഫിക്കുകളെയും നിങ്ങൾ പിൻപറ്റരുത്. അവര് നിങ്ങളുടെ ആരാധനയെ ബഹുമാനത്തോടെ കാണുന്നില്ല, നിങ്ങളുടെ മതത്തിനെ, ആരാധനയൊക്കെ പറയുന്നവരും പരിഹസിക്കുന്നവരൊക്കെയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് അവരെ പിൻപറ്റുകയോ അവരനുസരിക്കുകയൊക്കെ ചെയ്യരുത് എന്നുള്ളത് വലിയൊരു താക്കീതായിട്ട് നമുക്ക് ഈ ജുസിൽ കാണാൻ കഴിയും. 82-ാമത്തെ ആയത്ത് തൊട്ടിട്ട് അടുത്ത ജുസിന്റെ ഭാഗമാണ് 7-ാമത്തെ ജുസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പറയാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.